നമ്മുടെ ഫോക്കസ് ഏരിയയിലെ സുവോളജിയുടെ ആദ്യത്തെ ചാപ്റ്റർ ലിവിങ് വേൾഡ് എന്ന് പറയുന്ന ചാപ്റ്റർ. അതിൽ കുറച്ച് കണ്ടൻറ്റ് മാത്രമേ ലിവിങ് വേൾഡ്സിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ടാക്സോണമിക്കൽ എയ്ഡ്, ടാക്സോണമി പഠിക്കാൻ വേണ്ടി എടുക്കുന്ന കാര്യത്തെക്കുറിച്ച് അല്ലേ. ടാക്സോണമിയുടെ പിതാവ് എന്ന് പറഞ്ഞാൽ ഫാദർ ഓഫ് കാൾ ലീനിയസ് ആണ്. അപ്പോൾ അതിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ നോമൻക്ലേച്ചറൊക്കെ പറയുന്നതാണ് ടാക്സോണമി. ടാക്സോണമി പഠിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന എയ്ഡുകളെക്കുറിച്ചാണ് പറയുന്നത് അല്ലേ. ടാക്സോണമിക്ക് എയ്ഡിനകത്ത് വരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഹെർബേറിയം ഉണ്ട്, മ്യൂസിയം ഉണ്ട്, ബൊട്ടാണിക്കൽ ഗാർഡൻ ഉണ്ട്, സുവോളജിക്കൽ പാർക്കുണ്ട്, കീ. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മൾ ടാക്സോണമിക്കൽ സ്റ്റഡിക്ക് വേണ്ടി പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത്. ഈ എയ്ഡ് പ്രധാനമായിട്ട് ഹെൽപ്പ് ഐഡൻറ്റിഫൈ ദ സ്പീഷ്യസ് ഐഡൻറ്റിഫിക്കേഷൻ, ഹെൽപ്പ് ദ പ്ലേസ് organism in a taxonomical hierarchy and also store specimen for the future യൂസിന് വേണ്ടിയാണ് നമ്മൾ പഠിക്കുന്നത്. ഇവിടെ നമുക്ക് ആദ്യം ഹെർബേറിയം എന്താണെന്ന് നോക്കാം. ഹെർബേറിയം എന്നൊരു ഷീറ്റാണ് അല്ലേ. ഹെർബേറിയം സ്റ്റോർ ഹൗസ് ഓഫ് കളക്ഷൻ ഓഫ് പ്ലാന്റ് സ്പെസിമെൻസ് ദാറ്റ് ആർ ഡ്രൈഡ്, പ്രിസർവ്ഡ് ഓൺ ഷീറ്റ്. കളക്ഷൻ ഓഫ് പ്ലാന്റ് സ്പെസിമെൻസ് ആണ്. നമ്മൾ ആ പ്ലാന്റ് സ്പെസിമെൻസിനെ ആദ്യം ഉണക്കുന്നു, അതിനുശേഷം പ്രസ് ചെയ്യുന്നു അല്ലേ, അതിൻ്റെ പ്രിസർവ്ഡ് ഓൺ ഷീറ്റിനകത്ത് ഒട്ടിക്കുന്നു. അപ്പോൾ അത് ഈ പറയുന്നത് ഡ്രൈ ചെയ്യുന്ന പറഞ്ഞാൽ വെയിലത്തിട്ടല്ല ഡ്രൈ ചെയ്യുന്നത്. നമ്മൾ ഏതെങ്കിലും പത്രത്തിൻ്റെ ഇടക്ക് ഇല കട്ട് ചെയ്ത് കയറ്റി വയ്ക്കുന്നു, അതിൻ്റെ പുറത്ത് പത്രക്കെട്ടിൻ്റെ ഇടക്കായിരിക്കും കയറ്റി വയ്ക്കുന്നത്, അതിൻ്റെ പുറത്ത് ധാരാളം ഭാരം അടുക്കി വയ്ക്കുന്നു. അങ്ങനെ 1-2 ആഴ്ച ആ പത്രക്കെട്ടിനകത്ത് ഇലയിരുന്ന് ഉണങ്ങുകയാണ് അവിടെ ചെയ്യുന്നത് അല്ലേ. പ്രസ്സും കൂടെ ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം അതിനൊരു ഫെവിക്കോൾ ഉപയോഗിച്ച് നമ്മുടെ ഷീറ്റിനകത്ത് ഒട്ടിക്കുക. അതിൻ്റെ ഒരു മോഡൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഷീറ്റിനകത്ത് ഒരു ഇല ഇവിടെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് ഇതേപോലെ. അപ്പോൾ ആ സ്പെസിമെൻസിനെ കുറിച്ചുള്ള ഡേറ്റ ഇതിൻ്റെ തൊട്ട് താഴെ തന്നെ എഴുതും അല്ലേ. എന്തൊക്കെയാണ് ഹെർബേറിയം ഷീറ്റിനകത്ത് ലേബൽ പ്രൊവൈഡിങ് ഇൻഫർമേഷൻ അബൌട്ട് ഡേറ്റ്, നമ്മൾ എന്നാണ് അത് കളക്ട് ചെയ്തത്, ഡേറ്റ്, പ്ലേസ് ഓഫ് കളക്ഷൻ, എവിടെ നിന്നാണ് കളക്ട് ചെയ്തത്, ഇംഗ്ലീഷ് ലോക്കൽ ബൊട്ടാണിക്കൽ നെയിമൊക്കെ രേഖപ്പെടുത്തും, കളക്ടേഴ്സ് നെയിം, ആരാണ് കളക്ട് ചെയ്തത്. ആ വിവരങ്ങളെല്ലാം എവിടെ രേഖപ്പെടുത്തും, നമ്മൾ ഈ പറയുന്ന ഈ ഹെർബേറിയം ഷീറ്റിനകത്ത് രേഖപ്പെടുത്തുകയാണ് അവിടെ ചെയ്യുന്നത്. അപ്പോൾ ഒരു പ്ലാന്റിൻ്റെ സ്റ്റഡിക്ക് വേണ്ടി നമുക്ക് എന്തുപയോഗിക്കാം, ഹെർബേറിയം ഷീറ്റുകൾ നമുക്ക് പ്രയോജനപ്പെടുത്താം. കണ്ടല്ലോ. അപ്പോൾ ഈ സീഡുള്ള ടൈപ്പ് ഇലയാണെന്നെങ്കിലും അത് ഇതേപോലെ സീഡാണെങ്കിലും ഇനി പ്രസ് ചെയ്യുമ്പോൾ പരന്നു വരും. അത് സീഡും ഇലയെല്ലാം ഉൾപ്പെടെയാണ് ഫെവിക്കോളിനകത്ത് ഒട്ടിച്ച് ഷീറ്റിനകത്ത് നമ്മൾ ഒട്ടിച്ച് വയ്ക്കുന്നത്. കേട്ടല്ലോ. ഈ രണ്ടാമത്തെ ടാക്സോണമി ബൊട്ടാണിക്കൽ ഗാർഡൻസ് ആണ് അല്ലേ. ലൈവായിട്ടുള്ള സസ്യങ്ങളെ വളർത്തുന്ന സ്ഥലമാണ് ബൊട്ടാണിക്കൽ ഗാർഡൻസിനെ കുറിച്ച് പറയുന്നു. ആ സസ്യത്തിൻ്റെ ഫുൾ ഡേറ്റ, ഫുൾ നെയിം, അതുമായി റിലേറ്റ് ചെയ്ത കാര്യങ്ങളെല്ലാം ഒരു ബോർഡിനകത്ത് എഴുതി നമ്മളതിനകത്ത് വയ്ക്കും. അപ്പോൾ ഒരു സ്റ്റഡിക്ക് വേണ്ടി നമുക്ക് ബൊട്ടാണിക്കൽ ഗാർഡനും യൂട്ടിലൈസ് ചെയ്യാം. ബൊട്ടാണിക്കൽ ഗാർഡൻസ് ആർ ദ സ്പെഷ്യലൈസ്ഡ് ഗാർഡൻ ആണ് വിച്ച് ഹാവ് എ കളക്ഷൻ ഓഫ് ലിവിങ് പ്ലാന്റ് ഫോർ റെഫറൻസ് എന്നാണ് പറയുന്നത്. പ്ലാന്റ് സ്പെസിമെൻ ദീസ് ഗാർഡൻ ഗ്രോൺ ഫോർ ഐഡൻറ്റിക്കൽ പർപ്പസ്. ഈ ഗാർഡൻ നമുക്ക് എന്തിനു ഉപയോഗിക്കാം, ഒരു ഐഡൻറ്റിക്കൽ പർപ്പസിന് വേണ്ടി നമുക്ക് ഉപയോഗപ്പെടുത്താം അല്ലേ. പ്ലാന്റിൻ്റെ ലേബൽ ചെയ്തായിരിക്കും അവിടെ രേഖപ്പെടുത്തിയിരിക്കും ഒരു ബോർഡിനകത്ത്. അതിൻ്റെ ലോക്കൽ നെയിമും ബൊട്ടാണിക്കൽ നെയിമും അതെല്ലാം കൃത്യമായിട്ട് രേഖപ്പെടുത്തി വയ്ക്കുന്നു അല്ലേ. ഫേമസ് ബൊട്ടാണിക്കൽ ഗാർഡൻ പറയുന്നുണ്ട് ന്യൂ ഇംഗ്ലണ്ട്, ഇന്ത്യൻ ബൊട്ടാണിക്കൽ ഗാർഡൻ ഹൗറ, നാഷണൽ ബൊട്ടാണിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ലഖ്നൗ. ഇതൊക്കെയാണ് ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ ഫോട്ടോ, ഒരു ചിത്രം ഇതിനകത്ത് അപ്പുറം ഇപ്പുറം ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടല്ലോ. ഇനി മൂന്നാമതാണ് മ്യൂസിയം. മ്യൂസിയം എന്ന് പറയുമ്പോൾ ദ പ്ലേസ് വെയർ പ്ലാന്റ് ആൻഡ് ആനിമൽ സ്പെസിമെൻസ് ആർ പ്രിസർവ്ഡ്, സ്റ്റഡി ആൻഡ് റെഫറൻസ്. ആനിമൽസിൻ്റെയും പ്ലാന്റിൻ്റെയും സ്പെസിമെൻസ് നമ്മൾ പ്രിസർവ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് മ്യൂസിയം അല്ലേ. ഒരു ജാറിനുള്ളിൽ ഒരു ലിക്വിഡ് ലൈനിലായിരിക്കും നമ്മൾ ചെറിയ ചെറിയ സ്പെസിമെൻസുകളെല്ലാം നമ്മൾ സൂക്ഷിക്കുന്നത് അല്ലേ. അതിനെപ്പോലെ ഈ ഇൻസെക്ട്സ്, ഏറ്റവും ചെറിയ ഇൻസെക്ട്സ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഇൻസെക്ട് ബോക്സിനകത്താണ് ഉപയോഗിക്കുന്നത്. അവിടെ കളക്റ്റിംഗ്, കില്ലിംഗ്, പിന്നിങ് എന്നൊരു പ്രോസസ്സാണ് നമ്മളവിടെ ഉപയോഗപ്പെടുത്തുന്നത്. പ്ലാന്റ് ആനിമൽ സ്പെസിമെൻ ആൾസോ പ്രിസർവ്ഡ്, ഡ്രൈ സ്പെസിമെൻസ് ആയിട്ടാണ് എടുക്കുന്നത്. ഇനി വലിയ ജീവജാലങ്ങളാണെങ്കിൽ സ്റ്റഫ് ചെയ്താണ് നമ്മളെവിടെ സൂക്ഷിക്കുന്നത്, ഈ പറയുന്ന മ്യൂസിയത്തിനകത്ത് നമ്മൾ പ്രധാനമായിട്ടും സൂക്ഷിക്കുന്നത്. ആ മ്യൂസിയത്തിൽ നമ്മൾ ആ ജാറിനകത്ത് ജീവിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം രേഖപ്പെടുത്തും. ഫൈലം, ക്ലാസ്, അതിൻ്റെ സയൻറ്റിഫിക് നെയിം, അങ്ങനെയുള്ള കാര്യങ്ങൾ ആ ജാറിനകത്ത് തന്നെ നമ്മൾ രേഖപ്പെടുത്തുകയാണ് അവിടെ ചെയ്യുന്നത്. വലിയ സ്പെസിമെൻ, ഇപ്പുറത്ത് കാണിക്കുന്ന വലിയ സ്പെസിമെൻസ് ആണെങ്കിൽ അതിൻ്റെ അകത്തുനിന്ന് മാംസം എടുത്തിട്ട് കെമിക്കലുമായിട്ട് സ്റ്റഫ് ചെയ്താണ് ഉള്ളിൽ സൂക്ഷിക്കുന്നത്. സുവോളജിക്കൽ പാർക്കുണ്ട്.
These are the places where wild animals are kept in a protected environmental under the human care. Wild animalsനെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് സുവോളജിക്കൽ പാർക്സ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ അതിനകത്ത് വി പ്രൊവൈഡ് നാച്ചുറൽ ഹാബിറ്റ് ടു ദ ആനിമൽ, അല്ലേ? ആനിമൽസിന് നാച്ചുറൽ ഹാബിറ്റാറ്റ് കൊടുക്കുന്നു. ഫുഡും മറ്റു കാര്യങ്ങളും മെഡിസിൻസ് ഒക്കെ നമ്മൾ തന്നെയാണ് അവിടെ സപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഒരു ഐഡൻറ്റിഫിക്കേഷൻ നമുക്ക് എന്ത് ഉപയോഗിക്കാം? സുവോളജിക്കൽ പാർക്കുകൾ നമുക്ക് ഉപയോഗിക്കാം. ഇനി കീ എന്ന് പറയുമ്പോൾ ടാക്സോണമിക്കൽ എയ്ഡാണ് യൂസ്ഡ് ഫോർ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽ ബേസ്ഡ് ഓൺ ദ സിമിലാരിറ്റി ആൻഡ് ഡിസിമിലാരിറ്റി. പ്ലാന്റ്സിൻ്റെ ആനിമൽസിൻ്റെ സിമിലാരിറ്റിയും ഡിസിമിലാരിറ്റി അനുസരിച്ചാണ് ഈ കീടകത്ത് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന കീ എന്ന് പറഞ്ഞാൽ ഡൈക്കോട്ടമസ് കീകളാണ് ഇന്ന് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. കീ ബേസ്ഡ് ഓൺ ദ കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടർ ജനറലി പെയർ കാൾഡ് കപ്പ്ലെറ്റ്. അപ്പോൾ കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടർ ജനറലി പെയറായിട്ട് പറയുന്നതിനെ കപ്പിൾസ് എന്നാണ് ഇവിടെ പറയുന്നത്. ഈച്ച് സ്റ്റേറ്റ്മെൻറ്റ് കീക്ക് പറയുന്ന പേരാണ് ലെഡ്. കീയുടെ ഓരോ സ്റ്റേറ്റ്മെൻറ്റിനെയും ലെഡ് എന്ന പേരിലാണ് അവിടെ അറിയപ്പെടുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ടാക്സോണമിക്കൽ എയ്ഡുകളെ കുറിച്ച് പറയുന്നത്. ഇനി നമ്മുടെ ഒരു ഓർഗാനിസം അണ്ടർ ദ ആൻഡ് ദെയർ വിത്ത് ദെയർ ടാക്സോണമിക്കൽ ഗ്രൂപ്പ്സുകളെ കുറിച്ച് നോക്കാം. മനുഷ്യൻ്റെ ഒരു ശാസ്ത്രീയ നാമം സയൻറ്റിഫിക് നെയിമാണ് ഹോമോ സാപ്പിയൻസ്. ഹോമോ അതിൻ്റെ ജീനസും സാപ്പിയൻസ് അതിൻ്റെ സ്പീഷീസുമാണ് കേട്ടല്ലോ. ഹോമോ ജീനസ്, സാപ്പിയൻസ് സ്പീഷീസ്. അതിൻ്റെ ഫാമിലിയാണ് ഹോമിനിഡെ. മനുഷ്യൻ്റെ ഓർഡറാണ് പ്രൈമേറ്റ. ക്ലാസ് മമേലിയ, പ്രസവിക്കുകയും ചെയ്യുന്ന ജീവിയാണ് അല്ലേ മമേലിയ. ഫൈലം എന്ന് പറയുക കോട്ടയിൽ നട്ടലുള്ള ജീവി. ഹൗസ് ഫ്ലൈയുടെ കാര്യത്തിൽ അല്ലേ മസ്ക ഡൊമസ്റ്റിക്ക എന്നാണ് അതിൻ്റെ ശാസ്ത്രീയ നാമം. ജീനിയസ് മസ്ക, ഫാമിലി മസ്ഡിയ ആണ്, ഓർഡർ ഡിപ്റ്റിറ, ക്ലാസ് ഇൻസെക്റ്റ, ഫൈലം ഡിവിഷൻ എന്ന് പറഞ്ഞ ആർത്രോപോഡയാണ്. മാംഗോയുടെ കാര്യത്തിൽ മാഞ്ചിഫറ ഇൻഡിക്കയാണ് മാംഗോടത് അല്ലേ. ജീനസ് മാഞ്ചിഫറയാണ്, ഫാമിലി അനാകാർഡീസിയാണ് അതിൻ്റെ ഫാമിലി, ഓർഡർ സാപ്പിൾഡൻസ് ആണ്, ക്ലാസ് ഡൈക്കോട്ടിലിഡെ ദ്വിബീജമാണ് അല്ലേ. ഫൈലം എന്ന് പറഞ്ഞാൽ ആൻജിയോസ്പേം പുഷ്പിക്കുന്ന സസ്യം. വീഡ്സ് അല്ലേ, വീഡ്സിൻ്റെ ട്രിറ്റിക്കം ഏസ്റ്റിവോ എന്നാണ്. ട്രിറ്റിക്കം ആണ് എൻ്റെ ജീനിയസ്, ഏസ്റ്റിവോ അതിൻ്റെ സ്പീഷീസ്. പൊയേസിയാണ് അതിൻ്റെ ഫാമിലി, പോളാണ് അതിൻ്റെ ഓർഡർ, മോണോകോട്ടിലിഡെ ഏകബീജമാണ് മോണോക്ലാസ്, ആൻജിയോസ്പേം പുഷ്പിക്കുന്ന സസ്യമാണ് ഇതിനകത്തും വരുന്നത്. ടാക്സോണമിക്കൽ കാറ്റഗറിയാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇത്രയും കണ്ടൻസാണ് ഈ ഒന്നാമത്തെ ചെറിയ ഒരു ചാപ്റ്ററാണ്. ഇത്രയും കണ്ടൻസുകൾ മാത്രമേ ഇതിനകത്ത് പ്രധാനമായിട്ടും ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടല്ലോ.